ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കാട്ടാക്കട എന്ന സ്ഥലത്തുള്ള മടുപ്പറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അതായത് ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ്. ഒരു സമയത്ത് ഈ ക്ഷേത്രം ചേങ്കോട്ടൂർ ആശ്രമത്തിൻ്റെ കീഴിലായിരുന്നു. അതായത് സോമരമഠം പറയും. പിന്നീട് ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും സർക്കാരിൻ്റെ കീഴിലാവുകയും ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഒരു ആശ്രമം കാണാം. അതായത് പണ്ട് മുതലുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ ചെന്ന് ക്ഷേത്രത്തിൽ കയറുമ്പോഴായിട്ട് ആശ്രമത്തിൽ കയറുകയും അവിടെ പാറയിൽ കുറച്ച് വെള്ളം കാണും. ആ വെള്ളം നമ്മൾ തലയിൽ തളിച്ചിട്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറുന്നത്. ചില സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വെള്ളം കാണത്തില്ല ഈ പാറയിൽ. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാറയിൽ ഒഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ പൈപ്പൊക്കെ ഉണ്ട്, അന്ന് നമ്മൾ കോരിയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ശിവലിംഗവും കാണാം. അവിടെയും നമ്മൾ തൊഴുകാറുണ്ട്. ചിലപ്പോൾ തൊഴാറില്ല, ചിലപ്പോൾ തൊഴുതിട്ടൊക്കെയാണ് കയറുന്നത്. ഈ ക്ഷേത്രത്തിലൊരു വിശ്വാസമുണ്ട്. അതായത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടുള്ളൊരു അറിവാണ്. ആര്യ ദ്രാവിഡ സംസ്കാര സമയത്താണ് ക്ഷേത്രം പണിതതെന്നും പറയുന്നുണ്ട്. അല്ലാതെ ജൈനബുദ്ധ സമയത്താണെന്നും കേട്ടിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്പുണ്ട്, ഒരുപാട് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടി. അതായത് ഇവിടെ പാറ തുരത്തുമ്പോൾ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയുണ്ടായെന്നാണ് വിശ്വാസം. പിന്നീട് ഇത് ക്ഷേത്രമായിട്ട് ആരാധിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് മുകളിൽ ചെല്ലുമ്പോൾ തന്നെ മുമ്പ് കാലത്തെ ലിപികൾ കൊണ്ട് എഴുതി വെച്ച ഒരു വാക്കുകൾ കാണാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും കൂടെ മുരുകനും ഗണപതിയുടെ പ്രതിഷ്ഠ കൂടിയുണ്ട്. 3 അറകളായിട്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ തിരിച്ചിരിക്കുന്നത്. എന്നാലും വേറൊരു വിശ്വാസം കൂടെ ഉണ്ട്. ഈ ശിവലിംഗത്തിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഒരു അറയുണ്ടെന്നും അതിനകത്ത് കയറിപ്പോയാലും തിരിച്ചു വന്നിട്ടില്ലെന്നും കൂടി ഒരു ഐതിഹ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ആല് കാണാം ഇടേ സൈഡായിട്ട്. ആ ആലിനെ ചുറ്റും എന്തോ ആഗ്രഹിച്ച് വലം വെച്ചാൽ ഫലിക്കുമെന്നും പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകളാണ്. ഈ സ്റ്റെപ്പുകൾ കയറി ചെന്നാൽ പിന്നെ പാറയിലാണ് സ്റ്റെപ്പ് കൊത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി വേണം നമ്മൾ കയറി മുകളിൽ ചെല്ലുക അമ്പലത്തിൽ തൊഴുവാനായിട്ട്. മുമ്പ് ഈ സ്റ്റെയർ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സ്റ്റെപ്പിൽ തന്നെ പിടിച്ച് പിടിച്ചാണ് മേളിൽ കയറിക്കൊണ്ടിരുന്നത്. എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാണാമേ. അങ്ങനെ ക്ഷേത്രത്തിൽ പിന്നെ തൊഴുതിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് പ്രസാദം എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിന് അടുത്ത വശത്തായിട്ട് കൗണ്ടറുണ്ട്. ഇവിടെയാണ്. ഇവിടെ നമുക്ക് അർച്ചനയും ഒക്കെ എഴുതാനും എല്ലാത്തിനും ഉണ്ട്. അതുപോലെ തന്നെ പ്രസാദമുണ്ട് ഇവിടെ. അതായത് അവിലും ശർക്കരയും കൂടി ചേർന്ന് പ്രസാദമാണ്. രാവിലെ 6:30-7 മണി അടുപ്പിച്ച് വെക്കും. ക്ഷേത്രം 6 മണിക്കാണ് തുറക്കുന്നത്. ഇതിപ്പോൾ പ്രസാദം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട്, കയ്യിൽ തന്നെ നമുക്ക് കഴിക്കാം. അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം.